കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കുട്ടി സൈബർ ആക്രമണത്തിനെ തുടർന്നിട്ട് ജീവനൊടുക്കിയ ന്യൂസ് നമ്മളെല്ലാവരും കണ്ടത്. ഓക്കെ, ആദിത്യ ഞാൻ പാരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദിത്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ ഒരു ന്യൂസിൽ ദ ഫൈനൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ ബിനോയ് എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പിന്നെ ബ്രേക്കപ്പ് ആയ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പീഡിപ്പിച്ചിരുന്നു, ഗർഭചിത്രം നടത്തി എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ ഒരു കാര്യത്തിൽ വീഡിയോ ചെയ്തപ്പോൾ ഒരു 10 ദിവസം മുമ്പൊക്കെ വീഡിയോ ചെയ്ത ടൈമിൽ 10 ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വഴിയെ ന്യൂസ് വഴി തന്നെ പോലീസുകാർ ത്രൂ തന്നെ പുറത്ത് വരുമ്പോൾ ദാറ്റ്സ് ബെറ്റർ. ബിക്കോസ് ആ ടൈമിൽ തന്നെ അമ്മ പോയിട്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷനിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് ഉണ്ടെന്നും അതുകൂടി ചെക്ക് ചെയ്യണമെന്നൊക്കെ അമ്മ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം അറിഞ്ഞതാണ് ഞാൻ വേറൊരു സോഴ്സ് ത്രൂ. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒഫീഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ പോലീസ് ത്രൂ അത് മീഡിയയിൽ എത്തിയിട്ടേ പറയാൻ പറ്റൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ അവരായിട്ട് വന്ന് പറയണം. എനിക്ക് അവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് ആ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഓക്കെ ഫൈൻ, എന്താണെങ്കിലും ആ പയ്യൻ ഇതേപോലെ അറസ്റ്റിലാവുന്നു. അതിനുശേഷം ഞാൻ കണ്ട കുറേ വീഡിയോസിലൊക്കെ ആ പയ്യൻ്റെ കൂടെ ഈ പെൺകുട്ടി പോയത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഈ ഇത്രയും നിരന്തര പീഡനം നടന്നിട്ടും അന്ന് ഇത് പീഡനമായിട്ട് പെൺകുട്ടിക്ക് തോന്നിയില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ലൈക്ക് 2 സൈഡ് കാണും എല്ലാത്തിനും. എന്താണെങ്കിലും ഒരു 2 സൈഡ് സംസാരിക്കാൻ ആളുകൾ കാണും. അപ്പോൾ ഞാനും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പയ്യനൊരു സൈബർ അറ്റാക്ക്, ലൈക്ക് ഈ ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ആ പയ്യനൊക്കെ ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും മേ ബി നടക്കാം. ഇത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ഇറ്റ്. ബിക്കോസ് ആ പയ്യനാണെങ്കിലും അങ്ങനെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺ ആവും, വേറെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ പയ്യൻ അറസ്റ്റിലായി, എന്താണെങ്കിലും ആ കേസ് അങ്ങനെ പോകുന്നു. അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളത് ഇനി മീഡിയാസ് ത്രൂ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതിനിടയിൽ ഈ പെൺകുട്ടി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ ബ്രേക്കപ്പിനെ കുറിച്ചിട്ട് റീസൺ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഈ പെൺകുട്ടി ഒരു ലൈവ്, ഈ ആദിത്യ എന്ന് പറഞ്ഞാൽ ഞാൻ പ്യാറു എന്ന് പറഞ്ഞ കുട്ടി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിനെ കുറിച്ച് ഞാൻ അന്ന് ചെയ്ത വീഡിയോനകത്ത് ആ പെൺകുട്ടി ഒരു ഫ്രണ്ടിന് അയച്ച ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ കൃത്യമായിട്ട് ആ ലൈവിൽ റീസൺ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആ ലൈവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരുടെയെങ്കിലും കയ്യിൽ ആ ലൈവ് ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് ആ ലൈവ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആ ലൈവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ കുട്ടി ഇട്ടത്. അപ്പോൾ ഞാൻ ആ ലൈവ് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ലൈവിൽ പറയുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ അന്ന് വെച്ച ചാറ്റിലെ കുട്ടിയുടെ കുറച്ച് സംസാരങ്ങളുണ്ട്. അതായത് ആ കുട്ടി ഫ്രണ്ടിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളും ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ കംപ്ലീറ്റ് കാര്യം വരുന്നത്. അതായത് ഇതിൽ സൈബർ ബുള്ളിങ് എലമെൻറ്റ് ഇപ്പം ഞാനും ഒരു പരിധി വരെ വിചാരിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ സൈബർ ബുള്ളിങ് എന്ന് വരുമ്പോൾ അവരത് മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യും പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുമല്ലോ. ബട്ട് സൈബർ ബുള്ളിങ് ഒരു പാട്ടാണ് ഇതിൻ്റെ. ബിക്കോസ് ഈ കമൻറ്റ് സെക്ഷൻ ആണെങ്കിലും പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് അവരെ മോശം പറയുന്നതാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി വലിയൊരു പങ്ക് അതിനുണ്ട്. കാരണം ആ കുട്ടിയുടെ ലൈവിൽ നിന്ന് തന്നെ ആ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അത് വളരെ ക്ലിയർ ആണ്. സോ ലൈവിൻ്റെ സർട്ടൻ പോർഷൻസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ അന്ന് വെച്ച ആ സ്ക്രീൻ റെക്കോർഡ് ഒന്നും കൂടി ഞാനത് വെക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇത് 2 കൂടി ആകുമ്പോൾ കണക്റ്റ് ആവും. ബിക്കോസ് ഈ കുട്ടിക്ക് എത്രത്തോളം ആ കുട്ടി ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോയി. ആൻഡ് ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാം. കുറേ പേര് പറയുന്നുണ്ട് ഞാൻ വെടിയാണ്, ഞാൻ നബീലിനെ ഇപ്പോൾ ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം. പിന്നെ ഇന്ന് ബിനോയ് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളൊരു റിലേഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ഷുവലി ആയിരുന്നാലും അതിനി ടോക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, സെക്ഷുവലി ഒരാളെ പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ റിലേഷൻ ട്രസ്റ്റ് ചെയ്യുമോ അതോ നിങ്ങൾ ഇഗ്നോർ ചെയ്തു കിട്ടു? 3 വർഷം എൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ എനിക്ക് പേര് വെളിപ്പെടുത്താൻ, കാരണം ആ ആൾക്കാർ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ആണ്. സോ എനിക്ക് പേര് വെളിപ്പെടുത്താൻ എൻ്റെ ഫ്രണ്ട്സ് പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവനെ വേറൊരു ഗേളുമായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് വേറൊരു ഗേൾസിനെ അതിലിടയിൽ ഇട്ടിട്ട് ഇഷ്ടമാതിരി ഞാൻ കോളേജിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഒരു ഗേളിൻ്റെ ഒരു സീനിൽ കോളേജ് വരെ പോയിട്ടുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പിടിച്ചു നിന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ഗേളിൻ്റെ സൈഡ് നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ട് ഞാനിത് ബ്രേക്ക് ആക്കിയെന്ന്. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ അവൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അവനെ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റൂല മറ്റൊന്ന് നടത്തുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു
ഒരാളെ സ്നേഹിച്ച് അവർ നിനക്ക് തരുന്ന ഒരു തിരിച്ചു തരുന്ന ഒരു സംഭവം ഇങ്ങനെ നിങ്ങൾ അയാൾ ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങൾ വീണ്ടും ഓക്കെ ഇഷ്ടമുള്ള രീതിക്ക് പൊക്കോ, ഞാൻ പിടിച്ചു വെച്ചു, മനസ്സിലായ കുറെ. പിന്നെ ഇന്ന് ഞാൻ എനിക്കിത് വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ്. പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ഇഷ്ടം പോലെ കമന്റ്സ്, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ, പിന്നെ എനിക്ക് എന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവര് എനിക്ക് തന്ന സപ്പോർട്ട്. ഡെഫിനറ്റ്ലി ആ കുട്ടീനെ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇൻബോക്സിൽ പല വേർഡ്സ് ആ കുട്ടീനെ വിളിച്ചിട്ട് വരുന്ന കമന്റ്സും പേഴ്സണൽ ഇൻബോക്സിൽ പോകുന്ന മെസ്സേജുകളും, ദാറ്റ്സ് ഡെഫിനറ്റ്ലി ആ സൈബർ ബുള്ളിങ് തിങ്. അത് ഡെഫിനറ്റ്ലി അതാണ്. ഓക്കെ, അപ്പോൾ ആ കുട്ടി തന്നെ അത് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ്, അവരൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ തന്നെ വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതും അതിലെ പ്രശ്നങ്ങളും ടോട്ടലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ മോശം സ്റ്റേജിലാണ്. അതിൻ്റെ ഇതെന്താ അറിയോ, ഈ കൂനുമ ഗുരു എന്ന് പറയില്ല നമ്മൾ, ട്രസ്റ്റ് ഇഷ്യൂ വരുമ്പോൾ തന്നെ അതായത് ഒരു റിലേഷൻഷിപ്പ് ആവുന്നു, ആ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കുട്ടി ജാതി മതത്തിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ട്. ഓക്കെ, അത് വലിയൊരു ഫാക്ടറായിട്ട് ഇവരുടെ വീട്ടുകാർ തമ്മിലുള്ള ഇഷ്യൂസിനിടയിൽ ഈ സാധനം ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാതെ ഈ ട്രസ്റ്റ് ഇഷ്യൂസ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, ഇല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് ഒരാൾ പോകുന്ന ഒരു സംഗതി, ഈ കുട്ടി കംപ്ലീറ്റ്ലി എന്തായി, ഡൗൺ ആയി, ലോക്കായി. പിന്നെ ഇവർ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ആകെ മൊത്തം മനസ്സുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ കുട്ടി പോയിരുന്നത്. സംബന്ധിച്ചിടത്തോളം അതായത് ഇനി എത്രത്തോളം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരുന്ന് എത്ര സൈബർ ബുള്ളിങ് ഫേസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെട്ട് പോരാൻ ഭയങ്കര പാടാണ്. അതെ, പിന്നെ എന്താ പറയുക, ആകെ നമുക്ക് ഹോപ്പ് ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയാണ്. ഈ കുട്ടിയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അറിയാൻ കഴിഞ്ഞത് അവരെ പാരൻസ് തമ്മിൽ, ഈ കുട്ടിയുടെ പാരൻസ് തമ്മിലുണ്ടായ പ്രശ്നത്തിനിടയിൽ ഈ കുട്ടി ഒന്ന് പോയി ഇടപെട്ടു. അപ്പോൾ പാരൻസ് എന്തോ ഈ കുട്ടിയോട് പറഞ്ഞു. അത് ഭയങ്കര പിന്നെന്താ ഈ തലയ്ക്കടിച്ചൊരു ഷോക്ക് പോലും ആവുമല്ലോ. കാരണം ആകെ ഉണ്ടായിരുന്നൊരു സപ്പോർട്ട് പാരൻസാണ്. പാരൻസുമായത് ഇങ്ങനെയും കൂടി കേട്ടതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല. അതുകൊണ്ട് കുട്ടി ചെയ്തു പോയി. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇതിനകത്ത്. അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ ആ റീസൺ, അതായത് ദ എൻഡ് റീസൺ അതും കൂടിയാണ്. പാരൻസ് ഡെഫിനറ്റ്ലി ഇങ്ങനെ പോകുന്ന കുട്ടികളെ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും. അതെ, ഇപ്പൊ ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എന്റെയും റിലേഷൻ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ എന്റെ മതം, എന്റെ ജാതി, ഇതാണ് ഇന്ന് ഈ ബ്രേക്കപ്പ് ആവാൻ കാരണം അവന്റെ വീട്ടുകാർക്ക് എന്റെ ജാതി കുറച്ചിലാണെന്ന് പറഞ്ഞു. എന്റെ ജാതിക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജാതിയായിട്ട് എന്നെ കമ്പയർ ചെയ്തു. വീട്ടുകാരെ മുന്നിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഒട്ടും ഗതിയാവാണ്ടായപ്പോഴാണ് ഞാൻ മാറ്റി പറഞ്ഞത്. എന്റെ ജാതിനെ അത്രത്തോളം താഴ്ത്തി പറഞ്ഞു. നക്കിയാണ്, മച്ചതാണ്, മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. എന്റെ മുമ്പിൽ വെച്ച് എന്റെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു. ലാസ്റ്റാണ് ഞാനത് ബ്രേക്കപ്പ് ആക്കിയത്. നേരത്തെ പറഞ്ഞ ജാതി എലമെന്റ്, മതം എലമെന്റ് ഉണ്ട്. ഇനി ഞാനിവിടെ ഈ കുട്ടിയുടെ ലൈവിന്റെ ബാക്കി പോർഷൻസും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ, നിങ്ങൾ അതും കൂടി കണ്ടോ. ഞാൻ കുറേ അധികം സഹിച്ച് അവൻ്റെ ഫാമിലി, ഒന്നാമത്തെ കേസ് അവൻ്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം എന്നറിയാവുന്നവർക്കറിയാം ഞാൻ എന്തൊക്കെയാണ് സഹിച്ച് ഓവർകം ചെയ്തു വന്നതെന്ന്. അവരുടെ വീട്ടുകാർക്കറിയാം. അവൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ കോള് വിളിച്ചപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ കോള് വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ, അവൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി. എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചു. അത്രത്തോളം വൃത്തിയിട്ട പരിപാടികൾ ചെയ്തു. കുറേ ബാഡായിട്ട് സംസാരിച്ചു. ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം ഒരു ഗേൾ അനുഭവിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഓക്കെ, അവൻ്റെ വീട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ഓക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ കുറേ അധികം, അതായത് ബ്രേക്കപ്പ് ചെയ്തു. എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ടൈം എടുത്താണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാളെ കൊണ്ടുപോയി. നിങ്ങൾക്ക് എന്നെ അറിയാന്നുള്ള, അതായത് പാവുനെയും വിനോനെയും അറിയാന്നുള്ള, പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവൻ്റെ റിലേഷനിൽ അനുഭവിച്ചിട്ടുള്ളതെന്ന്. ഇഷ്ടംപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ. എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല. കാരണം എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു.
കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടംമാതിരി. കാരണം എനിക്ക് പച്ചാഞ്ഞിട്ടായി. ലാസ്റ്റ് എനിക്ക് പ്രാന്തായി, ലാസ്റ്റ് എനിക്ക് മെന്റലാവും എനിക്ക് തോന്നി. ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. ലാസ്റ്റ് ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു അവസ്ഥ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ റിലേഷൻ ബ്രേക്ക് ആക്കിയത്. നിങ്ങൾക്കാണ് ഈ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നിങ്ങൾ ഗേളിനെ തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഒരു ഗേളിന്റെ സൈഡിൽ നിന്ന് പറയുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ നിന്ന് കുറെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുറെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് അറിയൂലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാണിംഗ് കൊടുത്ത് ചാൻസ് കൊടുത്ത് നിങ്ങൾ പോവോ, അതാ നിങ്ങൾ അതോടെ ബ്രേക്കപ്പ് ആക്കുവോ, അല്ലെങ്കിൽ അതോടെ ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ. എന്നിട്ടും ഞാൻ പരമാവധി ഞാൻ പിടിച്ചു നിന്നു. കാരണം കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി. എനിക്ക് അത്രത്തോളം എൻ്റെ മെന്റലി ഞാൻ ഓക്കെ അല്ല എന്നുള്ള ഒരൊറ്റ റീസണിലാണ് ഞാനത് ബ്രേക്ക് ആക്കിയത്. ഞാൻ തന്നെയാണ് ബ്രേക്ക് ആക്കിയത്. ഞാനത് അന്തസ്സായിട്ട് പറയും. ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ജാതിയെയും മോശമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ പോട്ടെ ഇത്രയും നാട്ടുകാരെ മുന്നിൽ ഇത്രയും സംസാരിച്ച ആ ഒരു വ്യക്തിയെ എനിക്ക് കമന്റ് കുറെ ഹറാസ്മെന്റും കുറെ ബാഡായിട്ടും എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ആ ഒരു വ്യക്തി കാരണമാണ്. അപ്പൊ എല്ലാത്തിനും കൂടെ ആയിട്ട് നമ്മൾ ലീഗലി മുന്നോട്ട് പോവുകയാണ്. ലീഗലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെ അതിനെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ബാക്കി അതിൻ്റെതായ പിറകെ പോകുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്ത് എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സപ്പോർട്ട് എൻ്റെ വീട്ടാണ്. അവർക്ക് എൻ്റെ അവസ്ഥ അറിയായിരുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സ്വന്തം അച്ഛൻ്റെ, നിങ്ങൾക്ക് ഇതിൽ കുറേ പേര് സഹോദരനാണ്, ഒരു പെങ്ങളെ സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവർ ആയിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാം. അത്രത്തോളം ഒരു കുട്ടി ഇങ്ങനെ ഇത്രയും സപ്പോർട്ട്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ തേർഡ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ കണ്ട ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് നിന്നിട്ടുള്ളതെന്ന്. അപ്പം എന്നെ അറിയാന്നുള്ളവർ എൻ്റെ കൂടെ മാത്രം നിന്നാൽ മതി. അപ്പം ബാക്കി ലീഗലി മുന്നോട്ട് നമ്മൾ പോകുന്നതാണ്. എൻ്റെ ഫാമിലി ഞാനായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ നബീലുമായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം എനിക്ക് വീഡിയോസ് ചെയ്യാം, അതൊരു കോണ്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കുക എന്നുള്ളത്, നിങ്ങളെ വളർന്ന സാഹചര്യമാണ് നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത്. എൻ്റെ വളർന്ന സാഹചര്യം വെച്ച് എൻ്റെ അമ്മച്ചൻ പറയും, ഒരു ആൻ്റെ തൊട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ ചിന്ത എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. സോ എന്താ പറയട്ടെ, എനിക്ക് അവൻ നല്ലൊരു ഫ്രണ്ടാണ്. അവനുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും താണ്ട ഈ വീഡിയോയിലേക്ക് പോകണം. ഞാൻ എല്ലാം നിർത്താൻ വേണ്ടി വിചാരിച്ചത്. പിന്നെ എന്തിനു ഞാൻ നിർത്തുന്നു? ഒരാൾ എന്നെ ഇത്രത്തോളം, ഞാൻ എൻ്റെ 100ൽ 100 കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് ഒരു ശതമാനം പോലും തരാത്ത ഒരാളോട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എനിക്ക് ലാസ്റ്റ് അവരെ വാക്ക് തെറ്റിച്ചാണ് ഞാൻ ഇതിലോട്ട് ചാടിയത്. പക്ഷെ എല്ലാവരോടും പറഞ്ഞാൽ ഒരിക്കലും വീട്ടുകാരെ മറിയണമെന്ന് ഒന്നും ചെയ്യാൻ പോകരുത്. ലാസ്റ്റ് അവരെ നിങ്ങൾക്ക് കാണുള്ളൂ. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവ് എൻജോയ് ആണ്. ഇനി ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളവർക്ക് ഓക്കെ, തെറ്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം മാത്രം. ലവ് യു ഓൾ. അത് കണ്ടതിന് ശേഷം അന്ന് ഈ പെൺകുട്ടി വേറൊരു ഫ്രണ്ടിന് അയച്ച ആ ഒരു മെസ്സേജിലുള്ള വോയിസിൽ 1-2 കാര്യങ്ങൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ആ പയ്യനോട് എന്താണ് ഇത്രത്തോളം ദേഷ്യം തോന്നാനുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതും കൂടി ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതും കൂടി കേട്ടോ. ചേട്ടാ, ഞാൻ കുറേ റിലേഷൻ കുറേ നോക്കി. ഞാൻ സോൾവ് ചെയ്ത് പോകാൻ നോക്കി സോർട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവൻ്റെ അടുത്ത് നിന്നും അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഞാൻ കുറേ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത്. എന്നുവെച്ചും ഇത്രയും പ്രശ്നം വരൂലായിരുന്നു. പക്ഷെ അവനായിട്ട് ആരോടും പറയാൻ വെച്ച് എല്ലാവരും അവൻ അടിയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചു. അങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള. അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മാറി മിക്കവരും മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനാണ് തേച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ആയിരുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ വയ്യാണ്ടിരുന്ന. അത് ഞാൻ റിലേഷൻ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിപ്പോൾ എന്തിനാ? കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ സഹിച്ചപ്പോഴാണ് വേണ്ടെന്നായത്.
ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടൊക്കെയാണ് ഞാൻ പോയത്. എനിക്ക് കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. പിന്നെ നബീൽ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, അതിപ്പം എന്തായാലും പോകും, കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പം ഞാനാണ് എല്ലാം ഉച്ചയ്ക്ക് ചെയ്യുന്നത്. അപ്പം അവൻ അതിൽ നല്ല ബോധമുണ്ട്, എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കുറേയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷെ അതിലിരുന്ന കമൻസ് ഒക്കെ എൻ്റെ പൊന്നു, എന്ത് പറയാനായിട്ട്, അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു. പിന്നെ അമ്മയാണ് പറയണത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞ് എന്താ പറയുക, എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ. കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് മാറി. എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം, ഇത് എന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഇതൊക്കെ ഉണ്ട്. അതിന് ഒരിക്കലും ഞാൻ പോകില്ല, കാരണം അത്രത്തോളം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത്രത്തോളം ഉണ്ട്. എന്തെന്ന് പറയായിട്ട് ഞാൻ പിന്നെ റിജക്റ്റ് ചെയ്തതിൽ അതും ഭയങ്കര അത്രത്തോളം ഞാൻ ഇപ്പം എങ്ങനെ പറയാൻ ചേട്ടയുടെ പ്രശ്നം അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ പിന്നെ മാറ്റിയത്. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഇതായിരിക്കുന്ന പോലെ അവനും ഇരിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം ചെയ്തിട്ടും അവനൊന്നും ചെയ്തില്ല. അവനെന്തോ ഒരു അഹങ്കാരം ഉള്ളിലുള്ള പോലെയാണ് അവൻ നടക്കുന്നത്. എനിക്കതൊന്നും മാറണം എന്നെനിക്കുണ്ട്. കാരണം അവ അറിയണം, എല്ലാത്തിനെ പറ്റി അവ അറിഞ്ഞ അങ്ങനെ എനിക്കൊന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഇത്രയും ഈ ഒരു 3 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് അത് അവൻ ഇനി അറിയാം. നമ്മൾ ആദ്യം സൈക്കോളജിസ്റ്റിനെയാണ് കാണിച്ചത്. അപ്പം എപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞ് അപ്പം എനിക്കിപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. കാരണം എനിക്ക് ഡേ ബൈ ഡേ എനിക്കൊന്നിനും പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒരു വക എന്തൊക്കെയോ ഇല്ലാത്തത് തന്നെ ഉള്ളത് പോലത്തെ ഒരു ഫീലിങ്. അങ്ങനെ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ബോഡിയിൽ വരുന്ന ചേഞ്ചസും ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്നാൽ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യ്, സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് പിന്നെ വന്നാൽ മതി, ഫസ്റ്റ് അവിടെയാണ് കാണിക്കേണ്ടത് ഇതിന് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി. ഓക്കെ, അപ്പോൾ ആ പയ്യനോട് ഇത്രത്തോളം ദേഷ്യം ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിക്ക് പിന്നെയും ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള വാശിയുണ്ട്. പക്ഷെ ഫിസിക്കലിയും വയ്യ, മെൻ്റലിയും വയ്യ. സപ്പോർട്ടിനായിട്ട് ആകെ ഉള്ളത് ഫാമിലി, കുറച്ച് ഫ്രണ്ട്സ് മാത്രം. പിന്നെ ഈ കുട്ടി ഇത് ചെയ്ത ടൈമിൽ ഈവൻ ഫാമിലിയോടാണെന്നുണ്ടെങ്കിലും ഒരു അകൽച്ച വന്ന ഒരു ഗ്യാപ്പ് വന്ന സിറ്റുവേഷൻ. ഒറ്റപ്പെട്ടു പോയി, അതാണ് സംഭവിച്ചത്. ഒറ്റപ്പെട്ടു പോയി. മാത്രമല്ല ഞാൻ എന്താ പറയുക, സോഷ്യൽ മീഡിയ പിന്നെ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ ഇപ്പോൾ കാണുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഒരാൾ തന്നെ ഇപ്പോൾ ഒരാൾ ബ്രേക്കപ്പായി, അപ്പുറത്തെ ആളെ എടുത്തിട്ട് അടിക്കണം, ആണോ പെണ്ണോ ഹൂവർ ഇറ്റ് ഈസ്. ഇപ്പോൾ സുഖമാണ്, ഏതെങ്കിലും ഒരു ടീമിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ അവൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് 10 തളകി വിളിക്കണം. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ഒരാൾക്ക് കുറേ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് തളക്കുന്ന എന്തൊക്കെയും വിളിച്ച് തെറിയിടുക. അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ബൾക്കായിട്ട് വരുമ്പോൾ ജെന്യൂനായിട്ട് കമൻറ്റ് ഇടുന്നവരൊക്കെ എന്താവും, സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കമൻറ്റൊക്കെ പോവും. ഇനി കാണുന്നവർ ഈ പള്ളിവിളി മാത്രമായിരിക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ചിലർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. പിന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, ഇഷ്ടം പോലെ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെയും ഇതിങ്ങനെ വരുമ്പം എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അത് നോ പറഞ്ഞു പോകുമ്പോൾ പിന്നെ അത് അങ്ങനെ പോകണം. ആ വഴിക്ക് നോ ഈസ് എ നോ, അത് ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം, പറയാനും പഠിക്കണം. അല്ലാതെ ചുമ്മാ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അത് കഴിഞ്ഞു, അപ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്ത് കളയാം, ജീവൻ ഇല്ലാതാക്കി കളയാന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതവും പോവും, അപ്പുറത്തെ ആൾ ജീവൻ കളഞ്ഞിട്ടുണ്ടാവും. അപ്പം എന്താണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊന്നും പോവാതിരിക്കുക. റിലേഷൻ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ നോ പറഞ്ഞിട്ട് പോരുക, പിന്നെ ആ വഴിക്ക് നോക്കരുത്. ഇനി ചിലരുണ്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് വന്നാലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നവരുണ്ടാവും, അവരൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതും കാണും. സോ അത് ആ സെൻസിൽ എടുക്കാൻ പറ്റണം, സെൻസിൽ ജീവിക്കാൻ പറ്റണം. അല്ലാതെ ഇതേപോലെ
ജീവൻ പോണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ ആ പയ്യൻ്റെ കേസാണെന്നുണ്ടെങ്കിലും റിലേഷനിലായ ടൈമിലും ഓക്കെ, റിലേഷനിലായ ടൈമിൽ ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം, റിലേഷനിലായ ടൈമിലായിരിക്കണം ഈ പെൺകുട്ടിയായിട്ട് എന്തായത് ഫിസിക്കൽ റിലേഷനോ കാര്യങ്ങളോ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ആ ടൈം ഇപ്പം എന്തായി, ഇപ്പം കുട്ടിയുടെ മരണശേഷം എല്ലാ കാര്യങ്ങളും തിരിഞ്ഞ് തലയിലെത്തി. അങ്ങനെയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ അതിലേക്ക് എത്തിക്കേണ്ട രീതിയിൽ ഇപ്പോൾ മേ ബി ആ ചെക്കൻ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊന്നും നമ്മുടെ കയ്യിലൊരു പ്രൂഫില്ല. ഈ പെൺകുട്ടി പറയുന്നതേ ഉള്ളൂ. അല്ല, ഈ സിറ്റുവേഷനിൽ ആ പയ്യന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എങ്ങനെ അല്ല, ആ പയ്യൻ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചില ആളുകൾ ഇതൊക്കെ ഓവർ തിങ്ക് ചെയ്യും. അവൻ ഏറ്റവും ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി കമൻറ്റ് ചെയ്യും. അതൊരു പ്രൊവോക്കിംഗ് ആവുക, മനസ്സിലായോ? മേ ബി ആ രീതിയിലും ആവും. ഇതിപ്പോൾ പയ്യൻ്റെ ജീവിതവും പോയി, ആ പെൺകുട്ടി ലോകത്തിനേ പോയി. പെൺകുട്ടീന്റെ മൈൻഡിൽ നെഗറ്റീവ് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടാവും. അപ്പോഴാവും കമന്റിൽ കുറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കണ്ടാവുക, ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പം ആ കുട്ടി ഓവർ തിങ്ക് ചെയ്യും. ചിലപ്പോൾ ആ പെൺകുട്ടി വിചാരിക്കും ഇവൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഈ പയ്യൻ കുറച്ചായിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ സംസാരമുണ്ട്. വീട്ടുകാർ ഇതേമാതിരി മതവും ജാതിയും പറയുന്നു. സോ ഓൾറെഡി ഈ പെൺകുട്ടി വിചാരിക്കാൻ ചിലപ്പോൾ ഇവൻ തന്നെയാണ് ജയിക്കണേ, അല്ലെങ്കിൽ ഇവൻ ഫ്രണ്ട്സിനെ വെച്ച് ജയിക്കുന്ന എന്നുള്ള രീതിയിലും നമുക്ക് അറിയാത്തോണ്ടോ പറയുന്നത്. സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ ചിന്തിച്ചൂടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്ത് പോവാം. കൂടുതലായിട്ട് പിന്നെ എന്ത് ചെയ്യരുത്, അതിൽ വേറെ കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കുക. പിന്നെ റിലേഷൻഷിപ്പ് പൊട്ടിയാൽ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി വരും. അത് ഇഗ്നോർ ചെയ്ത് പോകുക. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതതിൻ്റെ വഴിക്ക് പോകും. ബാക്ക് ടു യുവർ നോർമൽ തിങ്, ചെയ്യാനുള്ളത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഇത്ര പറയാനുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ല. ഏറ്റവും നല്ല ഓപ്ഷൻ അതാണ്. നമുക്ക് കഴിയുന്ന ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ഷെയർ ചെയ്യുന്ന ആളുടെ ട്രസ്റ്റ് വർത്തി ആവണം, അല്ലെങ്കിൽ പണി കിട്ടും. ചിലപ്പോൾ അതും കൂടി ഒരു എക്സ്ട്രാ പണിയായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്.